ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. സോ നിങ്ങളെല്ലാവരും 8ാം ക്ലാസ്സിലാണ്. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പൊതുവേ ഭയങ്കര ഈസിയാണ്. പക്ഷേ കുറച്ച് ആളുകൾക്കൊക്കെ അത് എന്ത് ചെയ്യാറുണ്ട്, ചിലപ്പോൾ ഭയങ്കരമായ ബുദ്ധിമുട്ടായി മാറാറുണ്ട്. സോ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത്, അത് പഠിച്ചാൽ നമുക്ക് എങ്ങനെ ഈ സോഷ്യൽ സയൻസ് എളുപ്പമാക്കാമെന്നുള്ള കാര്യമാണ് ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുന്നത്. സോഷ്യൽ സയൻസിനെ കുറിച്ച് ആദ്യം നിങ്ങളോട് പറയാനുള്ള കാര്യം, നിങ്ങൾക്ക് ഞാൻ ആദ്യത്തെ ഒരു 4 ചാപ്റ്റേഴ്സിനെ കുറിച്ച് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നുള്ളൂ. ടോട്ടൽ നമുക്ക് 14 ചാപ്റ്റേഴ്സിലെ 14 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ 14 ഇപ്പം നിങ്ങൾ പഠിക്കേണ്ട. ഇപ്പം നിങ്ങൾക്ക് ആദ്യത്തെ എക്സാം അല്ലെങ്കിൽ ആദ്യം നിങ്ങൾക്ക് വരുന്നത് ക്വാർട്ടർലി എക്സാം, നിങ്ങൾ ഓണപരീക്ഷ എന്നൊക്കെ പറയും, ക്വാർട്ടർലി എക്സാമിനേഷൻ ആണ്. ആ ക്വാർട്ടർലി എക്സാമിനേഷനിലെ ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ എന്നൊക്കെ പറയും. അതിനേക്ക് നിങ്ങൾക്ക് പഠിക്കേണ്ടി വരുന്നത് ഈ ആദ്യത്തെ 4 ചാപ്റ്ററുകളായിരിക്കും. ഇതിൽ ആദ്യത്തെ 2 എന്ന് പറയുന്നത് ഹിസ്റ്ററിയാണ്, ഹ്യൂമൻ ഹിസ്റ്ററി, മനുഷ്യന്മാരെ ചരിത്രം പഠിപ്പിക്കുന്നത്. മൂന്നാമത്തത് ജിയോഗ്രഫിയുടെ ഭാഗമാണ്, നമ്മുടെ ഭൂമിയും അതുപോലെ തന്നെ ഭൂമിയുടെ ഉൾഭാഗത്തെക്കുറിച്ചും എർത്തിന്റെ ഇന്റീരിയർ പാർട്ടൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. നാലാമത്തതെന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ് ആണ്, നമ്മുടെ ഇന്ത്യ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട നമ്മളെ ഗവൺമെന്റ് ആരാണ്, എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇത് നമുക്ക് എങ്ങനെ ആദ്യം എളുപ്പം പഠിക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ തന്നെ പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ ചാപ്റ്റർ നിങ്ങൾ എല്ലാവരും എടുക്കുന്നു, ചാപ്റ്ററിൻ്റെ പേര് എഴുതി വെക്കുന്നു. എന്താണ് ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര്? ഏർലി ഹ്യൂമൻ ലൈഫ്, അഥവാ ആദ്യകാല മനുഷ്യ ജീവിതം അല്ലേ, ഏർലി ഹ്യൂമൻ ലൈഫ്. ഇങ്ങനെ നിങ്ങൾ ആദ്യകാല മനുഷ്യ ജീവിതം എന്ന് ടൈറ്റിൽ എഴുതുന്നു അല്ലേ. ഞാൻ നിങ്ങളോട് മുമ്പ് ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കാൻ എളുപ്പത്തിന് കുറച്ച് A4 വേണ്ട, അല്ലെങ്കിൽ ന്യൂസ് പ്രിന്റുകൾ എടുത്തു വെച്ചിട്ട് അത് 2 ഭാഗമായി മടക്കിയിട്ട് ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര് എഴുതുന്നു. ഇവിടെ നിന്നും നിങ്ങൾ എന്തായാലും പഠിക്കേണ്ട 3 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യമാണ് ഏതെന്ന് പറയുന്നത്, യെസ്, പാലിയോലിത്തിക് ഏജ് അല്ലേ. പാലിയോലിത്തിക് ഏജ്, ഇതിന് നമ്മൾ മലയാളത്തിൽ പറയുന്ന പേരെന്താണ്? പ്രാചീന ശിലായുഗം. ഈ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കുറേ സംഭവങ്ങളുണ്ട്, അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ ലൈഫിൽ നടന്ന മാറ്റങ്ങൾ, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് എന്നൊക്കെ പറഞ്ഞ കുറേ പോയിന്റ് ഉണ്ട്, അത് നിർബന്ധമായും പഠിക്കണം. രണ്ടാമത്തത് മെസോലിത്തിക് ഏജ് എന്ന് വെച്ചാൽ മധ്യശിലായുഗം. ഈ കാലഘട്ടത്തിൽ നടന്ന പ്രധാനപ്പെട്ട കുറേ മനുഷ്യന്മാരുടെ ലൈഫിൽ വന്ന കുറച്ച് പ്രോഗ്രസ്സുകളുണ്ട്. എന്താണ്, മൃഗങ്ങളെ ഇണക്കി വളർത്തിയ കാര്യങ്ങൾ, ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽ, സെറ്റിൽ ലൈഫൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ നിങ്ങൾ ഇവിടെ പഠിക്കേണ്ടത് നിയോലിത്തിക് ഏജ് എന്ന് പറയുന്ന നവീന ശിലായുഗം അല്ലേ. നവീന ശിലായുഗത്തെക്കുറിച്ചും ആ കാലത്ത് വന്ന മാറ്റങ്ങളെക്കുറിച്ചും നമ്മൾ പഠിക്കണം. ദെൻ നമ്മൾ ഈ 3 കാലഘട്ടത്തെക്കുറിച്ചും വിവരങ്ങൾ തരുന്ന പ്രധാനപ്പെട്ട സൈറ്റുകൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ തെളിവ് ലഭിച്ച സ്ഥലം, അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗത്തു നിന്നും നമ്മൾ ആദ്യം പഠിച്ചു വെക്കണം. ഇതാണ് ഏറ്റവും ആദ്യം നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ നമ്മുടെ 2ാമത്തെ ചാപ്റ്റർ എടുക്കുന്നു. ഏതാണ് നമ്മുടെ 2ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്? 2ാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് ഏതെന്ന് പറയുന്നത്, പറഞ്ഞോളും. ഏതാണ് 2ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്? 2ാമത്തെ ചാപ്റ്ററിന്റെ പേരാണ്, 2ാമത്തെ ചാപ്റ്ററിന്റെ പേര് നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? യെസ്, 2ാമത്തെ ചാപ്റ്ററിന്റെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം, റിവർ വാലി സിവിലൈസേഷൻ, അല്ലെങ്കിൽ എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, നദീതട സംസ്കാരങ്ങളിലൂടെ എന്നാണ് അല്ലെ. ചാപ്റ്ററിന്റെ പേരെന്താണ്? റിവർ വാലി സിവിലൈസേഷൻ. ഓക്കെ, റിവർ വാലി സിവിലൈസേഷൻ, നദീതടങ്ങളിലൂടെ എന്നാണ് നമുക്ക് ചാപ്റ്ററിന്റെ പേരല്ലേ. ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കാനുള്ളത് 4 സിവിലൈസേഷൻസ്, 4 സംസ്കാരങ്ങൾ. അതിലൊന്നാമത്തെ നിങ്ങൾക്കറിയാം ഏതാണ്? ഇൻഡസ് വാലി സിവിലൈസേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് ഹരപ്പൻ സിവിലൈസേഷൻ, അല്ലെങ്കിൽ ഹരപ്പൻ സംസ്കാരം. 2ാമത്തെ നമുക്ക് പഠിക്കാനുള്ളത് മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ, മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ, മെസപ്പൊട്ടാമിയൻ സംസ്കാരം. 3ാമതായി നമുക്ക് പഠിക്കാനുള്ളത് ഏതാണെന്നറിയോ? 3ാമത് പഠിക്കാനുള്ളത് ഈജിപ്ഷ്യൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. 4 ചൈനീസ് സിവിലൈസേഷൻ. ഇതിൽ ചൈനീസ് നമ്മളോട് എന്ത് ചെയ്യൂല, നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ബാക്കി 3 പ്രധാനമായും ഹരപ്പൻ സിവിലൈസേഷനാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഹാരപ്പൻ സംസ്കാരമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. അതിലെന്തായാലും ചോദിക്കുന്ന ഒരു സാധനമാണ് ടൗൺ പ്ലാനിങ്. ഹാരപ്പക്കാരുടെ ടൗൺ പ്ലാനിങ് അല്ലെങ്കിൽ നഗരാസൂത്രണത്തെക്കുറിച്ച് ചോദിക്കാറുണ്ട്. ഹാരപ്പക്കാരുടെ അഗ്രികൾച്ചർ ഗ്രാനറി, കൃഷിയും ധാന്യ സംഭരണവും ചോദിക്കാറുണ്ട്. ഹാരപ്പക്കാരുടെ ബിലീഫ് സിസ്റ്റം, അവരുടെ വിശ്വാസ രീതികൾ എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. ചില സമയങ്ങളിൽ അവരുടെ ഹാൻഡിക്രാഫ്റ്റ് അല്ലെങ്കിൽ അവരുടെ സീലുകളെ കുറിച്ച് ചോദിക്കും. പിന്നെ ഒരിക്കൽ എപ്പോഴും റിപ്പീറ്റായി ചോദിക്കുന്ന കാര്യം ഹരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം തകരാനുണ്ടായ കാരണം, അത് പഠിക്കാം.
മെസ്സപ്പൊട്ടോമിയൻ സിവിലൈസേഷനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാടൊന്നും അവിടെ പഠിക്കാനില്ല. മെസ്സപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ആ കാലഘട്ടത്തിലുണ്ടായ ചെറിയൊരു പാരഗ്രാഫിൽ മാത്രം കുറഞ്ഞ കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അവരുടെ കണ്ടുപിടുത്തങ്ങൾ, മാത്തമാറ്റിക്സിലൊക്കെ ഉള്ള അവരെ സംഭവം അല്ലെങ്കിൽ എന്താണ് അവരുടെ കോൺട്രിബ്യൂഷൻസ്. ഈജിപ്ഷ്യനും അതുപോലെ ചെറിയൊരു പാരഗ്രാഫിൽ ഇതിൽ രണ്ട് പേരുടെയും എന്ത് പഠിക്കണം? മെസ്സപ്പൊട്ടോമിയക്കാരുടെയും ഈജിപ്തുകാരുടെയും എഴുത്തുവിധികൾ അല്ലെ, ആർട്ട് ഓഫ് റൈറ്റിംഗ്, ക്യൂണിഫോം, അതുപോലെ തന്നെ ഹൈറോഗ്ലിഫിക്സ്, അതിനെക്കുറിച്ചൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ചൈനീസിനെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവില്ല. മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പേരെന്താണ്? ഇൻ സെർച്ച് ഓഫ് ദി എന്താണ് നമ്മൾ എന്താ ചാപ്റ്ററിന്റെ പേര്? നമ്മുടെ ഭൗമരഹസ്യങ്ങൾ തേടി അല്ലെങ്കിൽ ഭൂമിയുടെ ഉൾവശം തേടിയിലെ എർത്തിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്? ഈ കാര്യങ്ങൾ നമുക്കറിയാം. ഭൂമിയുടെ ഉൾഭാഗം നമ്മളല്ലേ തുറന്നു നോക്കുന്ന സമയത്ത് 3 ഭാഗമാക്കിയിട്ട് നമ്മൾ തരംതിരിച്ചിട്ടില്ലേ? എർത്ത് ക്രസ്റ്റ്, മാന്റിൽ അല്ലേ? ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ ഓർക്കുമല്ലോ. കോറ്, ഇത് നമ്മൾ വളരെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ദെൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സോയിൽ അല്ലെങ്കിൽ മണ്ണ് അല്ലെങ്കിൽ നമ്മുടെ കല്ലുകൾ പൊടിഞ്ഞ് മണ്ണുണ്ടാവുന്നതിനെ കുറിച്ചും അങ്ങനെ അല്ലേ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കല്ലുകൾക്ക് രൂപമാറ്റം സംഭവിക്കും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടില്ലേ? ആ കാര്യങ്ങൾ അല്ലേ ആ പഠിക്കാതെ പോകരുത്. ഈ ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അവസാനത്തെ ചാപ്റ്ററിൻ്റെ പേര് അവർ ഗവൺമെൻറ് എന്നാണ് അല്ലേ? ഏതാ ചാപ്റ്ററിൻ്റെ പേര്? അവർ ഗവൺമെൻറ് എന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെൻറ്. ഈ ചാപ്റ്ററിൽ 3 കാര്യമേ പഠിക്കാനുള്ളൂ. ഒരു ഗവൺമെൻറ് എന്നാൽ 3 ഭാഗമാണ്. ഏതൊക്കെയാണ്? ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ് അല്ലെ? നിങ്ങൾ പഠിച്ചിട്ടില്ലേ 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങൾ ആ 3 കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും എന്ത് ചെയ്യും? അത് ഒരു അടുത്ത ആ ചാപ്റ്റർ മിക്കവാറും എത്തിയിട്ടുണ്ടാവില്ല അല്ലേ? ഏതൊക്കെയുണ്ട്? ജുഡീഷ്യറി ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, പിന്നെ ഏതാ ഒന്നുകൂടി ഉണ്ടല്ലോ, അത് നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഈ 3 കാര്യങ്ങൾ അല്ലേ? അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയാത്തത്. നമുക്ക് എന്ത് ചെയ്യാം? എക്സാമിനോട് അടുപ്പിച്ച് ആ ഭാഗങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ആദ്യം പറഞ്ഞ 3 ചാപ്റ്റേഴ്സിൻ്റെ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം. ഇപ്പോൾ 1ഉം 2ഉം ചാപ്റ്ററാണ് നമ്മൾ കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഏറ്റവും അടിപൊളിയായിട്ട് പഠിക്കാം. സോ അവർ ഗവൺമെൻറ് എന്ന് പറയുന്ന ചാപ്റ്ററൊക്കെ എന്തായിരിക്കും? ലൈവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും വരുന്നതാണ്. നമുക്ക് വീണ്ടും കാണാം. ബൈ.